നിങ്ങൾ വിചാരിക്കും ഇത് എവിടെ പോന്നത്? പിന്നെ നമ്മളിവിടെ മഞ്ഞൾ വെച്ചിട്ടുണ്ടായിന്, അതിൻ്റെ ഇല അരിഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട് വന്നത്. എന്തിനാണെന്നറിയോ? നമുക്ക് അടയുണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ മഞ്ഞളിൻ്റെ ഇലയിൽ അടയുണ്ടാക്കിയാൽ നല്ല ടേസ്റ്റാണ്. ഇത് മഞ്ഞളിൻ്റെ ഇല നമ്മൾ വളത്തിൽ തന്നെ നമ്മൾ മഞ്ഞൾ നട്ടിട്ടുണ്ട്. അടയുണ്ടാക്കിയിട്ട് നമ്മൾ നിങ്ങൾക്ക് കാണിക്കാം. നമ്മൾ ഇല പറിച്ചിട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് വന്നതാണ്. സ്ഥലമാണ് കേട്ടോ ഇത്. ഇതൊക്കെ ഇവിടെയെല്ലാം പ്ലാവും പിന്നെ കശുമാവും ഇതൊക്കെ നട്ടില്ല ഒരു സ്ഥലമാണ്. അവിടെ തന്നെയാണ് മഞ്ഞളും വെച്ചിട്ടില്ലേ വേമോ. പിന്നെ തെങ്ങുണ്ട്. അതിൻ്റെ ഇടയിലെല്ലാം പിന്നെ ഇതായിട്ടൊരു കുറച്ച് മഞ്ഞളും നട്ടു. അപ്പോൾ വൈകുന്നേരത്തെ ചായക്ക് അട ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ ലേശം ചുവന്ന അരിയാണ് എടുത്തിട്ടുള്ളത്. നേരത്തെ കുതിർത്ത് വെച്ചതാണ്. പിന്നെ കുറച്ച് പച്ചരിയും കൂടി പൊടിച്ച പൊടി ഉണ്ടായിനി, അതും കൂടി എടുത്തു. ഇത് വെല്ലം, ഇത് തേങ്ങ, പിന്നെ 2 ഏലക്കയും കൂടി എടുത്തിട്ടുണ്ട് അരി കടയുമ്പോൾ അതിൽ ചേർക്കാൻ വേണ്ടിയിട്ട്. ഇതാണ് ഇല. ഞാൻ നല്ല ഇത് കൊണ്ടുവന്ന് കഴുകി വൃത്തിയാക്കി വെച്ചതാണ് കേട്ടോ. ഞാൻ ഈ അരി ഒന്ന് അരച്ചെടുത്തിട്ട് വരാം. അട ചുടാനിലെ അരി ഞാൻ അരച്ചെടുത്തിട്ടുണ്ട്. നല്ലപോലെ മുതിയണം ഇതിന് വേണ്ടിയിട്ട്. മഞ്ഞളിൻ്റെ ഇലയിൽ പരത്തിയിട്ട് പിന്നെ ചൂടാന്ന് വിചാരിച്ചത്. നമ്മളെ കുട്ടികൾക്കെല്ലാം ഇത് ഭയങ്കര ഇഷ്ടമാണ്. കുറേ ദിവസമായി പറയുന്ന ഒന്ന് മഞ്ഞളിൻ്റെ ഇലയിൽ അട ചൂടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇന്ന് ഞാൻ വിചാരിച്ചു വൈകുന്നേരം ചായക്ക് അടയാക്കാമെന്ന്. ഇത് പിന്നെ ആവിയിൽ വെച്ചിട്ടും വേവിച്ചെടുക്കാം കേട്ടോ. നമ്മൾക്ക് പിന്നെ നമ്മൾ ഓട് തീമച്ച അതിൽ വെച്ചിട്ടാണ് ആക്കുന്നത്. എന്ന് പറഞ്ഞാൽ അതിനാണ് കൂടുതൽ ടേസ്റ്റ്. പിന്നെ ആവിയിൽ വേവിച്ച അത്ര ഒരു ഇത് കിട്ടിയില്ല. തേങ്ങയും വെല്ലവും ഇങ്ങനെ ഇത് ചേർക്കുന്നുണ്ട് ഞാൻ. കുട്ടികൾക്ക് ഇത് ഇഷ്ടമാണ് എന്ന് പറയും, നമ്മൾ ആക്കി കൊടുക്കണ്ടേ. അവർക്കിത് പിന്നെ ഈ സമയത്തല്ലേ മഞ്ഞളിൻ്റെ ഇല കിട്ടുമോ? അല്ലാതെ സമയത്ത് നമുക്ക് മഞ്ഞളിൻ്റെ ഇല കിട്ടിയില്ല. ഈ സമയത്ത് മാത്രമേ ഇത് കിട്ടൂ. ഓട്ടിടല് വെക്കുന്നുണ്ട്. നമ്മളൊരു കഞ്ഞിക്കലത്തിൻ്റെ ഓടെടുത്തിട്ടേ അതിൻ്റെ ആ കുഴിയാണ് കേട്ടോ ഇത്. ഇതിലാണ് ഞാൻ അതൊന്ന് എടുത്ത് നോക്കിയത്. അതിലെങ്ങനെ വെച്ചാൽ ഇതാവും എന്ന് പറഞ്ഞിട്ട്. അപ്പം നമ്മൾ മഞ്ഞളിൻ്റെ ഇലയിൽ ഉണ്ടാക്കിയ അട റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇത് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും.
കാരണം ഇത് ഓട്ടിൽ വെച്ചിട്ട് ഇതാക്കിയതല്ലേ, പുഴുങ്ങിയതിനേക്കാളും കൂടുതൽ ടേസ്റ്റ് ഇങ്ങനെ ആക്കിയാലാണ്. ഇതിൻ്റെ ആ ഒരു കരിഞ്ഞ മഞ്ഞളിൻ്റെ മണവും എല്ലാം ആയിട്ട് നല്ല ടേസ്റ്റാണ് ഇത്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. വീണ്ടും ഒരു വീഡിയോ ആയി നാളെ കാണാം.